ഇപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ലഡു കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചിയുടെ വീട് എവിടെയാ? ഇവിടെ തൊട്ടടുത്താ. ഇനി എല്ലാ വർഷവും ചേച്ചിയുടെ പിറന്നാള് ചേച്ചി ആഘോഷിക്കാൻ പോകുന്നതേ നിങ്ങളുടെ കൂടെയാ. ആണോ? പിന്നെ അത് മാത്രല്ല, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോ ചേച്ചിയും കളിക്കാൻ കൂട്ടണം കേട്ടോ. നോക്കാം. അപ്പൊ എന്നെയോ? ഈ ചേച്ചിയെ പോലെ അല്ല ഈ ചേച്ചി. ചേച്ചിയെ കണ്ടാലറിയാം പാവമാണെന്ന്. ഈ ചേച്ചി ഞാനെന്താടി റൗഡിയാ? ഇത് എല്ലാവരും എടുത്തോ എടുത്തോ. വാ മോനെ, എടുത്തോ എടുത്തോ. വാ 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 വാ, എടുത്തോ എടുത്തോ. ഗാഥ, അപ്പൊ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇതനുസരിച്ചൊരു പ്ലാൻ വേണം താൻ വരയ്ക്കാൻ. ഗാഥയുടെ ഇരിപ്പ് കണ്ടിട്ട് അന്തം വിട്ടുപോയ മട്ടുണ്ടല്ലോ. എല്ലാം നടക്കോ? ഗാഥമാടത്തിന്റെ കഴിവെന്താന്ന് ഞാനും സാറ് നേരിട്ട് കണ്ടിട്ടുള്ളോ? കൊറേ കഴിവുകൾ ഞാനും കണ്ടിട്ടുണ്ട്. എന്തോന്നു? എന്നാ പിന്നെ അമ്മാവനൊരു കാര്യം ചെയ്യും, അമ്മാവനെ സ്കെച്ചിങ് വരയ്ക്കേ. അമ്മാവൻ അറിയാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയാൻ നിൽക്കുക. ശരി, ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയും. ആ നേരത്ത് ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്. ഓ ശരി. ഗാഥ, താൻ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? ഇവിടെ ഇരുന്നിട്ട് എങ്ങനെയാ നവീൻ? എനിക്കെന്തോ ഇവിടെ ഇരുന്നിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, ഗാഥമോൾക്ക് വേറൊരു മുറി ശരിയാക്കി കൊടുക്കാം. സ്വസ്ഥമായിട്ടിരിക്കട്ടെ. എങ്കിൽ നന്നായി അമ്മേ. ഇതൊരു ക്രിയേറ്റിവിറ്റി വേണ്ട ജോലിയാണല്ലോ. ഗാഥ, താൻ ഓക്കെ അല്ലേ? നവീൻ, അതിപ്പോ പെട്ടെന്നായതുകൊണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, താൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതിപ്പോ എല്ലാ കളറിലുള്ള സ്കെച്ച് പെന്നും മറ്റും വേണം. അതിപ്പോ അറേഞ്ച് ചെയ്യാനും മറ്റും ബുദ്ധിമുട്ടല്ലേ? അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇവിടെ അതെല്ലാം ഉണ്ട്. ഗാഥ വന്നാ മാത്രം മതി. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. വെറുതെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ പറ്റുമോ? കസ്തൂരി, ജ്യൂസ് എടുത്തോണ്ട് വരൂ. ശരി. ഗാഥമോള് വരൂ, മുറി ഞാൻ കാണിച്ചു തരാം. നവീൻ, സത്യത്തില് ഇപ്പൊ അത് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എന്നൊന്ന് ഒഴിവാക്കി തന്നാ. എടോ, അമ്മ വരെ പറയുന്നത് ഇതൊരു നിമിത്തമാണെന്ന്. ഞാനിവിടെ ഒരു കാര്യത്തിന് വരുമ്പോൾ താൻ മമ്മി കൊടുത്ത സംഭാവനയായിട്ട് ഇവിടെ വരുന്നു. ആകസ്മികമായിട്ട് ഭാര്യയും ഭർത്താവാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. നിൽക്കുന്നത് പ്രതികൂലമായൊരവസ്ഥയിലും അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് അതൊരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് അവർക്ക് തോന്നില്ലേ? ശരി ശരി.